അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനിപ്പം ഫാത്തിമ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ താഴെയിട്ട് ഞെക്കുമ്പോൾ ഇവിടെ ഭയങ്കര വേദന. അപ്പോൾ കഫക്കെട്ടിലൊക്കെ ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ദേവുട്ടി ഉറങ്ങി. ഇന്ന് BA ബിസ്മോനൊന്നും വീഡിയോ ഇപ്പം ഇല്ല. ഇപ്പം അവർ എക്സാമിന് പോയിരിക്കുക. മറ്റേ BK എക്സാം ഉണ്ട്. അവന് ബിസ്മോന് ക്ലാസ് ഉണ്ട്. ദേവുട്ടി നല്ല ഉറക്കം കണ്ടോ മടുത്ത്. ഞാനിനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി പോയിട്ട് അവിടെ പോകുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ എഡിറ്റിങ് പഠിച്ചു. വലിയ കുഴപ്പമില്ലാതെ ഇത് പഠിപ്പിച്ചതാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെന്താ, ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഡേറ്റ് മെയിൽ എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. ക്യാമറ ഫ്രണ്ട് പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന വ്ളോഗർമാരെയൊക്കെ സമ്മതിക്കണം. എങ്ങനെയല്ലേ ഫോണൊക്കെ പിടിച്ചെടുക്കുന്നതെന്ന്. അയ്യോ പൊരിഞ്ഞ വെയിലാണ്. ദൈവമേ എന്താവും, ഒന്ന് കരിഞ്ഞുണ്ടെങ്കിൽ പോവും. പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഒരു മൂവിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ കാണാൻ. ഞങ്ങൾ റെഡിയായി നിന്നാ പറഞ്ഞത്. എന്താവുമോ എന്തോ, നല്ല സിനിമയായിരുന്നാൽ മതിയായിരുന്നു. അപ്പം ശരി ഗൈസ്, ചേട്ടാ പോയിട്ട് വരാം. പോയിട്ട് അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാം. ദേവുട്ടി ഇപ്പോൾ ഫോണിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവൾ ഹായ് പറയാൻ പറഞ്ഞാൽ അവൾ ഫോണിൽ നോക്കി ഹായ് ഒക്കെ പറയും. എന്തായാലും കാണിക്കാം. ഞാൻ പുട്ടിയുടെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നേ. എനിക്കറിയില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈപോഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവുട്ടി വന്ന് പിടിച്ച് വലിക്കും. എന്നാൽ പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ വെച്ചാൽ എനിക്കറിയില്ല. വീഡിയോ പുട്ടിയിടുന്നൊക്കെ എങ്ങനെ ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്നത് എനിക്കറിയത്തില്ല. പുട്ടി മേക്കപ്പ് ഇടുന്നതായിട്ടോ ഉദ്ദേശിച്ചത്. പൊന്നെ ദേവുട്ടി ഹായ് പറഞ്ഞു, ലൈക്ക് ചെയ്യാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ദേവുട്ടി ഹായ് പറഞ്ഞു. ഇത് വേണോ എന്നാ ഹായ്. അവിടെ നിന്നൊരു ഇൻട്രോ എടുക്കുക, വീഡിയോ എടുത്ത് തരുന്നൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും. അവിടെ ക്ലാരിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വെട്ടം ഉണ്ടായിട്ടും ക്ലാരിറ്റി ഇല്ല, ഇങ്ങോട്ട് അടുത്തിട്ട് വന്ന് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ ഷൂ കാണിച്ചത്, പുതിയ ഉടുപ്പ് കാണിച്ചത്. അമ്മ തിന്നു എല്ലാവരും ചോദിച്ചേ. വെള്ളം കുടിച്ചോ? മതിയോ? അത്രയുള്ളോ? ചേട്ടാ ബേബി വരാം. അയ്യോ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ബസ്സിന് പാലായി നിങ്ങൾ വന്നത്. ദേവുട്ടിയുടെ വന്നപ്പോൾ പിന്നെ ഉറങ്ങിപ്പോയി. ഇവിടുന്ന് പോയപ്പോൾ അവളെ എണീപ്പിച്ചു. അപ്പോൾ അവിടെ ചെന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി ബസ്സിനകത്തിരുന്ന് ചൂടും അതിൻ്റെ ഇടയ്ക്ക് കാറ്റൂടെ അടിച്ച് മടുത്ത് കൊച്ചു കിടന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ മടി കിടന്ന് ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ ദേവുട്ടി നല്ല ഉറക്കം ഉണ്ട്, നല്ല ഉറക്കം പാവം. ഞാൻ അപ്പോൾ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:30 ഷോയ്ക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പം അവൻ ഞങ്ങളെ കൂട്ടാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് റെഡിയായിട്ട് നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്.
അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ ഈ അവിടെ വരെ വരണോ, നീ ഇങ്ങ് വരുമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ല, അയ്യോ ഈ ചൂടത്ത് ഇനി കൊച്ചിനെ കൊണ്ട് ബസ്സിൽ കയറി പോലും മടുപ്പ്. ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരാം. ഞാൻ അപ്പോൾ ഇന്നലെ ഞാൻ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അത് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നൂടെ പൊതിച്ചോറുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ അത് വ്ളോഗിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചു, മീൻ വറുത്തതുണ്ട്, ഒരു മുട്ട പൊരിക്കണം, ഇന്നലത്തെ മീൻകറി ചൂടാക്കി വെച്ചിട്ടുണ്ട്, മീൻ വറക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചുണ്ടായിരുന്നു, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് വറുത്തു. പിന്നെ ബീട്രൂട്ട് തോരൻ, ഇല വെട്ടി വാട്ടണം, ചോറ് തിളപ്പിക്കാൻ വെച്ചു. ഇനി അത് വാർത്തിട്ട് അത് ഇലയിലോട്ടൊന്നാക്കണം. എന്നിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി കെട്ടി വെക്കുവാണെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ വെച്ചാലേ ഉള്ളൂ സ്മെല്ല് വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഇനി ഇല വെട്ടിയിട്ട് വരാം. ഓക്കെ, വാഴയില സെറ്റാക്കുകയാണ്. അതെ, ഞാനിതെങ്ങനെ ഈ പൊച്ചോറ് സെറ്റാക്കാൻ പഠിച്ചതെന്ന് അറിയാമോ? എൻ്റെ അച്ഛന് ജോലിക്ക് പോവാൻ നേരത്ത് പണ്ട് അമ്മ വാഴയിലയിൽ അപ്പാത്ത പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ അമ്മ ഞങ്ങള് വല്യമ്മച്ചിന്ന് വിളിക്കും. അതെ, സത്യം പറഞ്ഞാൽ ഞാൻ അപ്പാത്താന്ന് വിളിക്കുന്ന വേണ്ടിയിട്ട് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും അപ്പാത്തേനെ വീട്ടിൽ വരുമ്പോഴും അങ്ങനെയൊക്കെ അപ്പാത്തേന്ന് വിളിച്ചു വരുമായിരുന്നു. അവർക്ക് അപ്പാത്താന്ന് പറയുന്നത്. ഞാൻ ഇവരുടെ എന്നെ അപ്പാത്തേനെ ഞാൻ സതി എന്നാ പേര്, ഞാൻ വിളിക്കുന്ന സതിയൊക്കെ ചേച്ചി. എല്ലാരും സതിയക്കാന്ന് വിളിക്കുന്നത്. ഞാൻ കുഞ്ഞിലെ മുതൽ ശീലിച്ചു. അക്ക എന്നുള്ളത് ഒരു ഇതാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അപ്പം ഞാൻ എല്ലാരും സതിയക്കാന്ന് വിളിക്കുന്നു. സത്യം പറയാം, എല്ലാരും പറയും കല്യാണത്തിന് മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പണി അടുക്കള കയറി ചെയ്യടി അല്ലെ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെല്ലേണ്ടത്, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നും വെക്കാൻ അറിയപ്പെടുന്ന നാണക്കേടാന്ന് പറയും. വെറുതെ ആരും വിശ്വസിക്കരുത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സദ്യ എന്തെങ്കിലുമൊക്കെ ഒന്നും അറിയാൻ വരാതിരിക്കില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും എന്തെങ്കിലും വെക്കാനായിട്ട്. യൂട്യൂബുള്ള കാലം അപ്പനെ അമ്മേനെ പോകുമ്പോൾ വിളിച്ച് ചോദിക്കാൻ പറ്റും എന്താ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ. ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചു. ഞാനിപ്പോ എക്സ്പേർട്ടായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഫുഡും ഞാൻ ഉണ്ടാക്കും. കാര്യമായിട്ടും നല്ലതായിട്ട് കുക്ക് ചെയ്യും. പണ്ടത്തെ പോലല്ല. പണ്ടത്തെ പാറിനെയൊക്കെ ശരിക്കും അറിയാം. മുട്ടയും മാഗിയും ഉണ്ടാക്കുന്ന പാറ്. എനിക്ക് മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാൻ അറിയത്തുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി. ഞാൻ ജോലിക്ക് കയറി 1 വീക്ക് ഇരുന്നു വീട്ടില്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറി. ആ ജോലി നിർത്തിയിട്ട് ഞാൻ വേറെ ജോലിക്ക് പോയി. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറിയതുകൊണ്ടാണ് വൈകുന്നേരം 6 ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അപ്പം പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമില്ല. മുത്തശ്ശിയുണ്ട്, അമ്മയുണ്ട്, അവരെല്ലാം ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്റെ വളർന്ന സാഹചര്യം വെച്ച് എനിക്ക് ഒന്നും ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ എനിക്കറിയാമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പാത്തെ പറഞ്ഞിട്ടുണ്ട്, എടി കല്യാണം കഴിക്കാൻ പോകും. കല്യാണത്തിന്റെ അടുത്ത് ഒരാഴ്ച മുന്നേ കണ്ടാന്ന് തോന്നല്ലേ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ പുട്ടും കള്ളക്കറിയും ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക തിന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും വരെയൊക്കെ പോയി ഉണ്ടാക്കാൻ പഠിച്ചു, ഇനി ദിവസങ്ങളേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ ചെറുക്കന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ഫുഡല്ലേ എനിക്കറിയാൻ ഉണ്ടാക്കാൻ, ഞാൻ നോക്കിക്കോളാന്ന്. പക്ഷെ ഞാൻ ഉണ്ടാക്കി. ഞാൻ നല്ല സെറ്റപ്പായിട്ട് ഇപ്പൊ എല്ലാം ഉണ്ടാക്കും. ഇല്ല അറിയാൻ മേലാത്തായിട്ടൊന്നുമില്ല. പിന്നെ അറിയില്ലായിരുന്നു. പിന്നെ അനിയത്തി എന്റെ നാത്തൂൻ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അവളെല്ലാം വെക്കുമായിരുന്നു. അവൾക്കെല്ലാം അറിയാം. അങ്ങനെ അവളുടെ അടുത്തൊന്നും കുറച്ചൊക്കെ പഠിച്ചു. അങ്ങനെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഫുഡ് ഉണ്ടാക്കും, നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കും. അത് അങ്ങനെ പഠിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചു ചോദിക്കും എങ്ങനെ ഉണ്ടാക്കണ്ടേ, ഇന്ന സാധനം ഉണ്ടാക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും. അങ്ങനെ ഒറ്റ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. ഒന്നും പറഞ്ഞു ഇച്ചിരി ചോറ് വെക്കാം അല്ലേ? ഒന്നും ആയില്ല. പിന്നെ ചോറിന് അടിയായിരുന്നു. ഞങ്ങൾ കേട്ടവരോട് ഹരിച്ചേട്ടൻ ആദ്യമായിട്ടാണോ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, ഞാൻ ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയി. അരി വെന്തില്ല. ഇത് ഇഷ്ടമാണ്, എനിക്കറിയാം ഇഷ്ടം എന്തൊക്കെയാ എന്ന് എനിക്കറിയാം. പൊതിച്ചോറിനൊരു അച്ചാറ് നല്ല അച്ചാറ്
മാങ്ങാ ചമ്മന്തി ഇത് ഇത്രയും വെക്കുന്നതല്ലേ. ക്യാബേജ് തോരൻ, വെറൈറ്റി ബീട്രൂട്ട്. അതെ ഇന്ന് ബീട്രൂട്ട്. ഓക്കെ മീൻകറി ഇന്നും കൂടെ മീൻകറി അല്ല, ഇന്നും കൂടെ പിന്നെ പൊച്ചോറ് കാണുമോ? അതെ ഇന്ന് വേണമെങ്കിൽ എക്സ്പ്രഷൻ എടുത്തരാം ഹരിശാന്റെ. ഇന്ന് ഞാൻ നോക്കട്ടെ. ഇന്നലെ കിട്ടിയില്ല എക്സ്പ്രഷൻ, അപ്പം ഇന്ന് സെറ്റാക്കാം. ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ തള്ളു പറഞ്ഞായിട്ടിരിക്കണ്ട. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം. മുട്ട പൊരിച്ചത്, മുട്ട സെറ്റ് പറഞ്ഞ ഇവിടെ വെക്കണം. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മറന്നു. ഇനി ഒന്നും മറന്നില്ലെന്നല്ലേ. ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ്. ഇഷ്ടം നമ്മുടെ ദേവ് എണീറ്റു. എണീറ്റ് ഇനി യാതൊരു ബോധവും ഇല്ല ഞങ്ങളുടെ ദേവിന്. അതെ. ഇതാരാ പൊന്നെ? ഹായ് പറഞ്ഞു പൊന്നെ. നോ പ്ലീസ് പ്ലീസ്. എന്റെ പെണ്ണെന്തേ? എന്റെ പെണ്ണിങ്ങ വായോ. എന്നെ ആരെടുത്താ വരുന്നത്? ബിയർ എടുത്ത് പോകണോ അമ്മ എടുത്ത് വരുവാണോ? പിന്നെ മലങ്ങിച്ച വന്നു. സിനിമ കാണാൻ പോവാ. ഈ ഡ്രസ്സാണ് ഇടുന്നത്, വേറെ ഡ്രസ്സാണ് ഇടുന്നത്? ഈ ഉടുപ്പൂരാ. ഇപ്പൊ ഞങ്ങൾ ആക്റ്റീവ് അല്ല. അതെ ഞങ്ങൾ തുടങ്ങി. ദേവുട്ടി ഇന്ന് ഫോണിൽ നോക്കി ഹായ് പറഞ്ഞേ. ലൈക്ക് ചെയ്യണം പറഞ്ഞു. നാണം വന്ന് ബിയപ്പെട്ട ആറ്റ പോകുന്നു. അതെ അയ്യോ ചേച്ചിക്ക് എന്നെ പരിപാടി. ഇനി ചേട്ടായി വരുമ്പോ ചോറ് കഴിപ്പിക്കണം, ഒരു ഷർട്ട് തേച്ച് വെക്കണം, ദേവുവിന്റെ ഡ്രസ്സ് മാറ്റണം. അച്ഛനും മോളും ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വൈറ്റ് എടുപ്പിക്കാൻ കൊള്ളൂല. തിയേറ്ററിലോട്ടല്ലേ പോകുന്നത്. പിന്നെ മേടിക്കും കൊച്ചിനെ കൊണ്ട്. ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ? തിയേറ്ററിൽ നിന്ന് മേടിക്കില്ല, പുറത്തുനിന്ന് മേടിക്കും. പൊക്കോണ്ട് തിന്നാനുള്ളതായിട്ടോ സിനിമ വളർത്തില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിയേറ്റർ മുഖ്യം. എന്റെ ചുമ കുറയുന്നില്ല എന്റെ അറിയത്തില്ല. അമ്മമ്മ തിന്ന് കാണിച്ചേ. വായിക്കത്തുണ്ട്. ഇവിടെ ഇവിടെ എന്തോ കഴിച്ചു. ഇനി ദേവ് അമ്മൂമ്മയുടെ കറിയാണ്. ഇതുണ്ടോ അമ്മൂമ്മയുടെ പരിപ്പ് കറി, പപ്പടം, എണ്ണ, ഉപ്പ്. ആരുടെ കറിയാ? പപ്പടം. പരിപ്പ് കറി ആരുടെയാ? അവൾക്ക് പപ്പടം എപ്പോഴും അമ്മൂമ്മയെ കൊടുക്കാറ്. അവൾക്ക് അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പപ്പടം മേടിച്ച് കാച്ചി വെച്ചു പിന്നിനകത്തിട്ട്. നമ്മള് പിന്നെയും കുട്ടിയിടുന്ന വീഡിയോ എടുത്തില്ല. പാറ പുട്ടിയൊക്കെ ഇട്ടു കേട്ടോ. സൗന്ദര്യമൊന്നുമില്ല, പുട്ടിയിലാ നിക്കുന്നേ. സ്വന്തം കസേരയില് കേറി ഞെളിച്ചിരിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ കോഴിക്ക് പിടിച്ചു കൊടുക്കും. ലൈക്ക് ചെയ്യാൻ പറ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഗായ്സ് എന്ന് പറഞ്ഞേ. ഹലോ ഹലോ എന്ന് പറ. ഹലോ ദേവുട്ടി പറ. ഹലോ ഹലോ ഗായ്സ് ഗായ്സ് എന്ന് പറഞ്ഞേ. അയ്യോടാ പാവം. ഇനി അം തിന്നിട്ട് പറയാന്ന് പറ. ഇതാണ് ഗൈസിന്റെ ഔട്ട്ഫിറ്റ്. വഴക്കുണ്ടാക്കി മേടിച്ച വൃത്തിയുണ്ടോ? അടിച്ച പോലെ ഉണ്ടോ? ലൈറ്റ് ആയിട്ട് ഇട്ടിട്ട് ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ മാറ്റി പിടിച്ചു. ചുരിദാർ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടാറുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഇഷ്ടം. പൂച്ചവാല് പോലെ എന്ത് മുടി ഉണ്ടായിരുന്നോന്ന് അറിയാമോ? ഇവിടെ ഇച്ചിരി മുടി ഞാനുണ്ടല്ലോ ഇങ്ങനെയല്ല കെട്ടാറ്. ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ ചീവി പൊക്കത്തോട്ട് ചീവി ഇവിടെ ഇത്രയും ഭാഗം എത്തി കയറി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് എന്റെ ഫാഷൻ. ദേവുവിന്റെ ഔട്ട്ഫിറ്റ്. അതെ ദേവുവിന്റെ
ഞാനും ദേവും ബ്ലാക്ക് ടീഷർട്ടാണ്, ഞാനും ബ്ലാക്ക് ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ലല്ലോ. അവള് ഒരു വഴക്കും ബഹളവും ഉണ്ടാക്കാതെ വരാൻ കേട്ടോ. അവിടെ ഇരുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ലതായിരുന്നു, പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളോട് ചോദിക്കുക, അപ്പോൾ അവൾ പറയാം നല്ലതാണ്. ഹായ് ഫോണൊക്കെ പറയാൻ പറഞ്ഞു, ഫോണിൽ നോക്കി. അപ്പോൾ ഹായ് എന്ന് പറയും അവളിപ്പോൾ. ഫൈറ്റൊക്കെ കണ്ടിട്ട് ദേവുട്ടി ആദ്യമായിട്ട് തിയേറ്ററിൽ പോകണം. അവളൊരു ബഹളം ഉണ്ടാക്കിയില്ല. ഫൈറ്റ് കണ്ടിട്ട് പിശു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു അല്ലേ? ആ പടം കണ്ടിരുന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ കണ്ടിരിക്കണം. അതെ, ഇഷ്ടപ്പെട്ട് കാണണം. നമ്മൾ കാണണം. അത് സൂപ്പറാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പുറത്തുനിന്ന് വന്നവർക്കും ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇംഗ്ലീഷും എല്ലാം കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ എന്താ ഒരു പ്രശ്നം, ഈ റിവ്യൂ ആദ്യത്തെ ഫസ്റ്റ് ഫാൻ ഷോയ്ക്ക് റിവ്യൂ എടുത്തപ്പോ ആൾക്കാര് കൊള്ളില്ലാന്ന് പറഞ്ഞ കാര്യം എന്താന്ന് മനസ്സിലായോ? ആദ്യമേ തന്നെ എമ്പുരാൻ ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നപ്പോ തുടക്കത്തിലെ പോസ്റ്റർ ഇറങ്ങിയപ്പോ തൊട്ട് അത് വലിയൊരു വില കൊടുത്ത എല്ലാരും വെച്ചിരുന്നത്. അപ്പൊ അവരുദ്ദേശിച്ച രീതിയിൽ വന്ന് കാണുകയല്ല അല്ലേ? ലൂസിഫർ എന്റെ മുന്നേ ഒരു അയ്യോ അതോ രക്ഷയില്ലായിരുന്നു. അപ്പോൾ അവന് വീഡിയോ ക്കകത്ത് ഫുഡ് ഇഷ്ടപ്പെടുന്ന കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അതാണ് കാണിച്ചത്. ഫുഡ് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറാന്ന് പറഞ്ഞു. അതിനൊരു സമാധാനമായി എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നല്ല സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.